ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പ് UDFന് കൂടുതൽ മധുരമുള്ളതാകുമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. ടൂറിസം വകുപ്പും ആയുർവേദ പ്രൊമോഷൻ സൊസൈറ്റിയും ചേർന്ന് നടത്തുന്ന പ്രഥമ അന്താരാഷ്ട്ര ആയുർവേദ വെൽനസ് കോൺക്ലേവിന് തുടക്കം. ഇടതുപക്ഷം ജീവൻ നൽകിയ RSSനെ പ്രതിരോധിച്ചവരാണെന്ന് M. സ്വരാജ്. ജ്ഞാനത്തെ ചൂഷണോപാധിയാക്കാൻ മൂലധന ശക്തികൾ ശ്രമിക്കുന്നതായി മുൻ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ C. രവീന്ദ്രനാഥ്. ഞാൻ അനീഷ് താമരക്കുളം. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ജനശ്രീ മിഷൻ 20ാം വാർഷിക സമ്മേളനം കോഴിക്കോട് സമാപിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പ് UDFന് കൂടുതൽ മധുരമുള്ളതാകുമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞു. 2000-ഓളം ജനശ്രീ അംഗങ്ങളും മറ്റ് പ്രവർത്തകരും സംഗമിച്ച ജനശ്രീ സുസ്ഥിര മിഷൻ 20ാം സംസ്ഥാന സമ്മേളനത്തിന് കൊടിയിറങ്ങി. ആദ്യ ദിനം ഹോട്ടൽ അളകാപുരിയിൽ സംസ്ഥാന സമിതി യോഗവും 2ാം ദിനം ബീച്ച് ആസ്പിൻയാർഡ് കോർട്ടിൽ സംസ്ഥാന സമ്മേളനവും നടത്തി. സമ്മേളനം KPCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കേട്ട ഗാനം മധുരമുള്ളവയാണ് എങ്കിൽ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കേൾക്കാനിരിക്കുന്ന ഗാനങ്ങൾ കൂടുതൽ മാധുര്യമുള്ളവയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അതിനായി എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ. നിങ്ങൾ ജനശ്രീ പ്രവർത്തനത്തോടൊപ്പം തന്നെ രാജ്യത്തിന്റെ ജനാധിപത്യവും മതേതരത്വവും സംരക്ഷിക്കുന്നതിൽ ബദ്ധശ്രദ്ധരാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേർന്ന് ഈ 20ാം വാർഷിക സമ്മേളനം അഭിമാനത്തോടെ, ആശംസകളോടെ, പ്രതീക്ഷയോടെ, നന്ദിയോടെ ഉദ്ഘാടനം ചെയ്യുന്നു. നമസ്കാരം. ജയ് ജനശ്രീ, ജയ് ഭാരത്. സംസ്ഥാന ചെയർമാൻ MM ഹസൻ അധ്യക്ഷനായി. ചലച്ചിത്ര താരം രമേശ് പിഷാരടി മുഖ്യാതിഥിയായി. ജനറൽ സെക്രട്ടറി BS ബാലചന്ദ്രൻ ജനശ്രീയുടെ അടുത്ത 10 വർഷത്തേക്കുള്ള നയരേഖ അവതരിപ്പിച്ചു. ജില്ലാ ചെയർമാൻ N. സുബ്രഹ്മണ്യൻ, മേരി കുര്യൻ, DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് K. പ്രവീൺ കുമാർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മില്ലി മോഹൻ, ബിജു കാവിൽ തുടങ്ങിയവർ സംബന്ധിച്ചു. ചടങ്ങിൽ ജനപ്രതിനിധികളെ അനുമോദിച്ചു. 9ാം ക്ലാസ് വിദ്യാർത്ഥി നിവേദ് K. ശൈലേഷിന്റെ നോളജ് ആപ്പ് രമേശ് പിഷാരടി സ്വിച്ച് ഓൺ നിർവഹിച്ചു. ഗാന്ധി സ്മൃതിയിൽ കുമാരി സ്നേഹ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. തുടർന്ന് ജനശ്രീ സംഘാംഗങ്ങൾ കലാപരിപാടികളും അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ടൂറിസം വകുപ്പും ആയുർവേദ പ്രൊമോഷൻ സൊസൈറ്റിയും ചേർന്ന് നടത്തുന്ന പ്രഥമ അന്താരാഷ്ട്ര ആയുർവേദ വെൽനസ് കോൺക്ലേവിന് തുടക്കം. ടൂറിസം മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. 34 രാജ്യങ്ങളിൽ നിന്നുള്ള 120-ൽ പരം വിദേശ പ്രതിനിധികൾ, രാജ്യത്തിനകത്തും പുറത്തു നിന്നുമുള്ള 50 വ്ളോഗർമാർ, സംസ്ഥാനത്ത് നിന്നുള്ള 100-ലേറെ സെല്ലർമാർ തുടങ്ങിയവരാണ് കോഴിക്കോട് നടക്കുന്ന ദ്വിദിന ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത്. ഹോട്ടൽ ട്രിപ്പന്റയിൽ നടന്ന ഉദ്ഘാടനം ടൂറിസം വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. Ayurveda and wellness as a credible, ethical and globally relevant health ecosystem. Kerala has earned international recognition as the home of authentic Ayurveda, supported by a favorable climate, rich biodiversity, traditional knowledge base and a strong network of qualified practitioners. മേയർ O. സദാശിവൻ അധ്യക്ഷനായി. ആയുർവേദ മരുന്നുകളുടെ വിശ്വാസ്യത കേരളത്തെ സംബന്ധിച്ച് മികച്ച നിക്ഷേപമാണെന്ന് കേരള ടൂറിസം ഡയറക്ടർ ശിഖ സുരേന്ദ്രൻ പറഞ്ഞു. സംഘാടക സമിതി ചെയർമാൻ സജീവ് കുറുപ്പ്, കോട്ടക്കൽ ആയുർവേദശാല മാനേജിംഗ് ട്രസ്റ്റി P. മാധവൻകുട്ടി വാര്യർ, KTM സൊസൈറ്റി മുൻ പ്രസിഡന്റ് ബേബി മാത്യു സോമതീരം, മലബാർ ചേംബർ പ്രസിഡന്റ് നിത്യാനന്ദ കാമത്ത്, കാലിക്കറ്റ് ചേംബർ പ്രസിഡന്റ് AP അബ്ദുള്ള കുട്ടി,
മലബാർ ടൂറിസം സൊസൈറ്റി പ്രസിഡന്റ് ജിഹാദ് ഹുസൈൻ തുടങ്ങിയവർ സംബന്ധിച്ചു. പ്രമുഖ ടൂറിസം വ്യവസായികളായ ജോസ് ഡൊമിനിക്, ധനഞ്ജയൻ കെ മച്ചിങ്കൽ, KV രമേശ്, പോളി മാത്യു സോമദീനം എന്നിവർക്ക് ആയുർവേദ ടൂറിസത്തിലെ സംഭാവനകൾക്ക് ആജീവനാന്ത പുരസ്കാരം സമ്മാനിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഇടതുപക്ഷം ജീവൻ നൽകിയ RSSനെ പ്രതിരോധിച്ചവരാണെന്ന് M. സ്വരാജ്. മന്ത്രി PA മുഹമ്മദ് റിയാസ് നയിച്ച ബേപ്പൂർ മണ്ഡലം LDF വികസന മുന്നേറ്റ യാത്രയുടെ സമാപനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. RSSനെയും മതവർഗീയതയും പ്രതിരോധിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ഇടതുപക്ഷത്തിനുമെതിരെ കുപ്രചാരണം നടത്തുന്നവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കളെയും ഇടതുപക്ഷ സ്ഥാനാർത്ഥികളെയും തോൽപ്പിക്കാൻ RSSുമായി പരസ്യസഖ്യമുണ്ടാക്കി മത്സരിച്ചവരാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M. സ്വരാജ് പറഞ്ഞു. മന്ത്രി PA മുഹമ്മദ് റിയാസ് നയിച്ച LDF ബേപ്പൂർ മണ്ഡലം വികസന മുന്നേറ്റ ജാഥയുടെ സമാപന സമ്മേളനം നല്ലളത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സ്വരാജ്. ലോകരാജ്യങ്ങൾ ഈ നാട് വിവിധ മേഖലകളിൽ കൈവരിച്ച അഭൂതപൂർവമായ നേട്ടങ്ങളും മുന്നേറ്റങ്ങളും വളർച്ചയും പഠിക്കുകയാണെന്നും സ്വരാജ് കൂട്ടിച്ചേർത്തു. ആഗോള വിശപ്പ് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 102 ആണ്. ആകെ 123 രാജ്യങ്ങളാണ് ആ പട്ടികയിലുള്ളത്. 123 രാജ്യങ്ങളുടെ വിശപ്പ് സൂചികയിൽ 102ാം സ്ഥാനമാണ് ഇന്ത്യ. എന്ന് വെച്ചാൽ ലോകത്തിൽ ഇന്ന് ഏറ്റവും രൂക്ഷമായ പട്ടിണി നിലനിൽക്കുന്ന രാജ്യങ്ങളിൽ ഒന്ന് നമ്മുടെ രാജ്യമാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ക്ഷയരോഗികൾ ഇന്ത്യയിലാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ കുഷ്ഠരോഗികൾ ജീവിക്കുന്ന രാജ്യമേത് എന്നേതെങ്കിലും പരീക്ഷയ്ക്ക് ചോദിച്ചാൽ ഉത്തരം ഇന്ത്യ എന്നാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ മനുഷ്യർ ചേരികളിൽ ജീവിക്കുന്ന രാജ്യം നമ്മുടെ രാജ്യമാണ്, ഇന്ത്യയാണ്. പുഴുക്കളെ പോലെ ദയനീയമായ നരക ജീവിതം നയിക്കുന്ന മനുഷ്യർ, അതാണ് നമ്മുടെ രാജ്യത്തിന്റെ സ്ഥിതി. പൊതുസമ്മേളനത്തിൽ BKC മുഹമ്മദ് കോയ അധ്യക്ഷനായി. ജാഥ ക്യാപ്റ്റൻ മന്ത്രി PA മുഹമ്മദ് റിയാസ് സംസാരിച്ചു. A. സലീം സ്വാഗതവും KM റഫീഖ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഫറൂഖ്. ജില്ലാ വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above rupees 2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ചായ ചായ വിളി തുടങ്ങി. ഉഷേ ചായ. ഉഷ ഇവിടെ ഇല്ല. എന്നാ നിനക്കൊരു ചായ. അച്ഛനൊരു ചായ ഉണ്ടാക്കിയപ്പോ എന്താ? റിട്ടയേർഡ് CI ചായ ഉണ്ടാക്കാൻ. അതിനൊരു വഴിയുണ്ട്, വാ. മിൽമ ഡേ ടു ഡേ ഡയറി വൈറ്റ്നർ. ഇനി നല്ല അടിപൊളി ചായ ഉണ്ടാക്കാൻ ഏതൊരു പോലീസുകാരനും പറ്റും. പാലിന്റെ ഗുണമേന്മയോടെ മിൽമ ഡേ ടു ഡേ ഡയറി വൈറ്റ്നർ റിച്ച് ടേസ്റ്റി ചായക്ക്. അമ്മയുടെ ചായയൊക്കെ കൊള്ളാം അല്ലേ? ഉവ്വേ, ടേസ്റ്റി ചായ ഈസിയായി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ജ്ഞാനത്തെ ചൂഷണോപാധിയാക്കാൻ മൂലധന ശക്തികൾ ശ്രമിക്കുന്നതായി മുൻ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ C. രവീന്ദ്രനാഥ്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കോഴിക്കോട് ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സാമ്പ്രദായിക വിദ്യാഭ്യാസത്തിന്റെ അളവുകോലുകൊണ്ട് ഇന്നത്തെ വിദ്യാഭ്യാസത്തെ അളക്കാനാവില്ല. ആധുനിക വിദ്യാഭ്യാസത്തെ അളക്കാൻ പുതിയ അളവുകോലുകൾ വേണം.
വികസനം എന്നത് പണത്തിന്റെ ഉൽപാദനമാണെന്ന് മൂലധന ശക്തികൾ പഠിപ്പിക്കുന്നു. പണം കൊണ്ട് മാത്രം അളക്കുന്ന വികസനത്തിൽ മാനവികതയ്ക്കും പരിസ്ഥിതിക്കും സ്ഥാനമുണ്ടാവില്ല. മുതലാളിത്തത്തിന്റെ സുസ്ഥിര വികസനമാണ് മൂലധന ശക്തികൾ ലക്ഷ്യമിടുന്നത്. ഇതിൽ സമ്പത്തിന്റെ നീതിപൂർവകമായ വിതരണമില്ല. ഇത് ബോധ്യപ്പെടുത്താൻ പരിഷത്തിന് കഴിയണമെന്നും അദ്ദേഹം പറഞ്ഞു. ഫാസിസത്തിന് സന്തോഷമാണ് മാനവികതയെക്കുറിച്ച് ചർച്ചയില്ലാത്തൊരു വികസനം, മനുഷ്യമൂല്യങ്ങളെക്കുറിച്ച് ചർച്ചയില്ലാത്തൊരു വികസനം, പാരിസ്ഥിതിക സന്തുലനത്തെക്കുറിച്ച് ചർച്ചയില്ലാത്തൊരു വികസനം, പണം കൊണ്ട് മാത്രം അളക്കുന്ന വികസനം, ഫാസിസത്തിന്റെ ഇഷ്ടമുള്ള വികസന സങ്കല്പങ്ങളാണ് അതെല്ലാം. ഇത് ഈ സമൂഹത്തെ ബോധ്യപ്പെടുത്തണം. അതുകൊണ്ടാണ് പ്രധാനമന്ത്രി ദിവസവും പറയുന്നത് ഇന്ത്യ 4ാമത്തെ സമ്പദ് വ്യവസ്ഥയായി വളരുന്നു. ജില്ലാ പ്രസിഡന്റ് VK ചന്ദ്രൻ അധ്യക്ഷനായി. സ്വാഗത സംഘം കൺവീനർ ഡോക്ടർ K രമേശ് സ്വാഗതവും ജില്ലാ സെക്രട്ടറി P ബിജു നന്ദിയും പറഞ്ഞു. പ്രതിനിധി സമ്മേളനത്തിൽ ET സുജാത അനുസ്മരണം നടത്തി. VK ചന്ദ്രൻ, ET സുജാത, AP പ്രേമാനന്ദ്, TK രേഷ്മ എന്നിവരടങ്ങിയ പ്രസീഡിയമാണ് സമ്മേളനം നിയന്ത്രിച്ചത്. ജില്ലാ സെക്രട്ടറി P ബിജു പ്രവർത്തന റിപ്പോർട്ടും C സത്യനാഥൻ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. സംസ്ഥാന അവലോകന റിപ്പോർട്ട് PK സതീഷും സംഘടനാ രേഖ V മനോജ് കുമാറും അവതരിപ്പിച്ചു. സംസ്ഥാന സെക്രട്ടറി S യമുന, ജില്ലാ ജോയിന്റ് സെക്രട്ടറി ശ്രീനിവാസൻ ചെറുകുളത്തൂർ എന്നിവർ പങ്കെടുത്തു. വിജേഷ് പ്രമേയം അവതരിപ്പിച്ചു. ഹരീഷ് ഹർഷ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. 17 വർഷം പിന്നിട്ട കോൺഗ്രസ് സമരത്തിന് AITC-യുടെ ഐക്യദാർഢ്യം. ഫാക്ടറിയെയും തൊഴിലാളികളെയും സംരക്ഷിക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന് ഐക്യദാർഢ്യ സദസ്സ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസ്ഥാന ജനറൽ സെക്രട്ടറി KP രാജേന്ദ്രൻ പറഞ്ഞു. കോംപ്രസ്റ്റ് ഫാക്ടറിയും തൊഴിലാളികളെയും സംരക്ഷിക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന് AITUC സംസ്ഥാന ജനറൽ സെക്രട്ടറി KP രാജേന്ദ്രൻ. 2009 സ്ഥാപനം അടച്ചുപൂട്ടിയെങ്കിലും പോരാട്ടവുമായി തൊഴിലാളികൾ അണിനിരക്കുകയായിരുന്നു. പ്രതിസന്ധികൾ ഉണ്ടായെങ്കിലും തൊഴിലാളികളെ ചേർത്ത് നിർത്തി മുന്നോട്ടു പോകാൻ AITUCക്ക് കഴിഞ്ഞു. ലോകത്തിലെ തന്നെ പ്രധാനപ്പെട്ട നെയ്ത്ത് ഫാക്ടറിയായിരുന്ന കോംപ്രസ്റ്റ് നിലനിൽക്കണമെന്നും തൊഴിലും വ്യവസായവും സംരക്ഷിക്കപ്പെടണം എന്നത് മാത്രമാണ് തൊഴിലാളികളുടെ ആവശ്യം. ഈ ഉത്തരവാദിത്തമാണ് AITUCയും സമരസമിതിയും നിർവഹിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. കോംപ്രസ്റ്റ് ഏറ്റെടുക്കൽ നിയമം നടപ്പാക്കാനും തൊഴിലാളികളെ സംരക്ഷിക്കാനുമുള്ള നടപടി സർക്കാർ സ്വീകരിക്കണം. കോംപ്രസ്റ്റ് വിഷയത്തിൽ സർക്കാരിന്റെ ക്രിയാത്മകമായ ഇടപെടൽ ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം പറഞ്ഞു. സ്ഥാപനം നിലനിൽക്കുക, തൊഴിൽ നിലനിൽക്കുക, വ്യവസായങ്ങൾ സംരക്ഷിക്കുക, അത് തൊഴിലാളികളുടെ തൊഴിലും കൂലിയും അവരുടെ കുടുംബത്തിന്റെയും ജീവിതം ഭദ്രമാക്കുക. AITUC ഏത് കാലത്തും എല്ലാ കാലത്തും ഉയർത്തിപ്പിടിക്കുന്നത് ഈ 125 കൊല്ലത്തെ നമ്മുടെ ചരിത്രവും നമ്മുടെ അനുഭവങ്ങളും നമ്മുടെ പാരമ്പര്യവും എല്ലാം ഇതാണ്. കല്ലാട് കൃഷ്ണ സഖാവിനെ പോലെ കോഴിക്കോട്ടെ ഏറ്റവും പ്രമുഖരായ സഖാവ് മഞ്ജുനാഥ് റാവു, EC ഭരത സഖാവ്, കരുണേട്ടൻ, അങ്ങനെ എത്രയോ PK ബാലേട്ടൻ, അങ്ങനെ എത്രയോ പഴയകാല നേതാക്കൾ, നമ്മുടെ KM, അതുപോലെയൊക്കെയുള്ള നേതാക്കന്മാർ എല്ലാം കാണിച്ചു തന്നിട്ടുള്ളൊരു പാതയിലൂടെയാണ് കോംട്രസ്റ്റിലെ ഞങ്ങളുടെ തൊഴിലാളികൾ സഞ്ചരിച്ചത്. K ദാമോദരൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡ് ചെയർമാൻ TV ബാലൻ, PV മാധവൻ, P സുരേഷ് ബാബു, M മുഹമ്മദ് ബഷീർ, P ശിവപ്രകാശ്, CP സദാനന്ദൻ, P ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. AITUC സംസ്ഥാന സെക്രട്ടറി PK നാസർ സ്വാഗതവും U സതീശൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പ്രോഗ്രസീവ് മൈഗ്രൈൻസ് ഓർഗനൈസേഷന്റെ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. 29 അംഗ സംസ്ഥാന കമ്മിറ്റിയും രൂപീകരിച്ചു. പുതിയ സംസ്ഥാന കമ്മിറ്റിയിൽ ബൈജു പത്മനാഭൻ ദുബൈ പ്രസിഡന്റായും നസീൽ ഇബ്രാഹിം വർക്കിംഗ് പ്രസിഡന്റായും NP അബ്ദുൾ ഹമീദ് ജനറൽ സെക്രട്ടറിയായും രഘുനാഥൻ MK കണ്ണൂർ ഫിനാൻസ് സെക്രട്ടറിയായും തെരഞ്ഞെടുക്കപ്പെട്ടു. വിവിധ മേഖലകളിൽ പ്രവർത്തന പരിചയമുള്ള പ്രവാസി മൈഗ്രന്റ് പ്രതിനിധികളെയാണ് സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് ഭാരവാഹികൾ അറിയിച്ചു. സംസ്ഥാന കൺവെൻഷനോടനുബന്ധിച്ച് നടന്ന വാർത്താ സമ്മേളനത്തിൽ പ്രവാസികളും മൈഗ്രന്റുകളും നേരിടുന്ന തൊഴിൽ, ആരോഗ്യ, വിദ്യാഭ്യാസ, നിയമപരമായ പ്രശ്നങ്ങൾക്ക് സംഘടിതവും ഫലപ്രദവുമായ ഇടപെടലുകൾ നടത്തുമെന്നും സർക്കാർ സംവിധാനങ്ങളായ നോർക്ക റൂട്ട്സ്, കേരള പ്രവാസി ക്ഷേമ ബോർഡ്, സ്റ്റേറ്റ് സ്കിൽ ഡെവലപ്മെന്റ് മിഷൻ തുടങ്ങിയവയുമായി സഹകരിച്ച് പ്രവാസികൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങളും അവകാശങ്ങളും ഉറപ്പാക്കാൻ മുൻപന്തിയിൽ പ്രവർത്തിക്കുമെന്നും പുതിയ ഭാരവാഹികൾ വ്യക്തമാക്കി.
പ്രവാസി കുടുംബങ്ങളുടെ സാമൂഹിക സുരക്ഷ, മടങ്ങിയെത്തുന്ന പ്രവാസികളുടെ പുനരധിവാസം, മൈഗ്രന്റ് തൊഴിലാളികളുടെ അവകാശ സംരക്ഷണം, യുവജനങ്ങൾക്ക് നൈപുണ്യ വികസനവും തൊഴിലവസരങ്ങളും ഒരുക്കൽ തുടങ്ങിയ വിഷയങ്ങൾ സംഘടനയുടെ പ്രധാന പ്രവർത്തന മേഖലകളായിരിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. സംസ്ഥാനതല പ്രവർത്തനങ്ങൾക്ക് പുറമെ ജില്ലാതല ഘടനകൾ ശക്തിപ്പെടുത്തി PMOയെ പ്രവാസി മൈഗ്രന്റ് സമൂഹത്തിന്റെ ശക്തമായ കൂട്ടായ്മയായി വളർത്തുകയാണ് ലക്ഷ്യമെന്നും നേതാക്കൾ കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജില്ലാ വാർത്തകളിൽ മറ്റൊരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above ₹2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. തിരിച്ചുവന്ന പ്രവാസികളുടെ അവകാശ സംരക്ഷണത്തിനായി കോഴിക്കോട് കലക്ടറേറ്റിന് മുമ്പിൽ പ്രതിഷേധവും മാർച്ചും സംഘടിപ്പിച്ചു കേരള പ്രവാസി ലീഗ് ജില്ലാ കമ്മിറ്റി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംഘടിപ്പിച്ച പ്രതിഷേധ സമരം യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ് ഉദ്ഘാടനം ചെയ്തു. തടഞ്ഞുവെച്ച പെൻഷൻ വിതരണം ചെയ്യുക, അംശാദായം അടച്ചു കഴിഞ്ഞ അപേക്ഷ നൽകിയ പ്രവാസികളുടെ പെൻഷൻ വിതരണം ആരംഭിക്കുക, ക്ഷേമനിധിയിൽ കെട്ടിക്കിടക്കുന്ന അപേക്ഷകൾക്ക് ഉടൻ അംഗീകാരം നൽകുക, പ്രവാസി ആരോഗ്യ ഇൻഷുറൻസിൽ തിരിച്ചെത്തിയ പ്രവാസികളെയും ഉൾപ്പെടുത്തുക, പ്രവാസി പെൻഷൻ 5000 രൂപയാക്കി ഉയർത്തുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കോഴിക്കോട് കളക്ടറേറ്റിന് മുൻപിൽ പ്രതിഷേധവും മാർച്ചും സംഘടിപ്പിച്ച കേരള പ്രവാസി ലീഗ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം നമുക്കറിയാം നിരവധിയായ വാഗ്ദാനങ്ങൾ കേരളത്തിലെ പല സമൂഹങ്ങൾക്കും നൽകിയതുപോലെ തന്നെ പ്രവാസി സമൂഹത്തിന് വലിയ പ്രതീക്ഷ ഉയർത്തിക്കൊണ്ടുള്ള പ്രഖ്യാപനങ്ങൾ നടന്നതാണ്. മുഖ്യമന്ത്രി നേരിട്ടും നിയമസഭയിലും മലയാളികൾ ജീവിക്കുന്ന ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലും പോയി വലിയ സമ്മേളനങ്ങൾ നടത്തിയ പ്രഖ്യാപനങ്ങളൊക്കെ ഇന്ന് ഒരു ജനരേഖയായി പ്രതിഷേധ സമരം യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ് ഉദ്ഘാടനം ചെയ്തു. പ്രവാസി ലീഗ് ജില്ലാ പ്രസിഡന്റ് അഹമ്മദ് കുറ്റിക്കാട്ടൂർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി KP ഇമ്പിച്ചി മമ്മു ഹാജി മുഖ്യപ്രഭാഷണം നടത്തി. ജനറൽ സെക്രട്ടറി PK മജീദ് ഹാജി വടകര, ജില്ലാ ഭാരവാഹികളായ V ഹാഷിം കോയത്തങ്ങൾ, ഹുസൈൻ കമ്മന, KV ഷെരീഫ് തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പരിസ്ഥിതി പയ്യോളിയുടെ ആഭിമുഖ്യത്തിൽ കൊളാവി പാലം മിനി ഗോവ പരിസരം ശുചീകരിച്ചു. കോർഡിനേറ്റർ വടക്കണ്ടി നാരായണൻ അധ്യക്ഷനായിരുന്നു. ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, ചെരുപ്പ്, ബാഗ്, തെർമോകോൾ, റെക്സിൻ, കുപ്പികൾ എന്നിവയെല്ലാം ശേഖരിച്ച് ഹരിതകർമ്മസേനയ്ക്ക് കൈമാറാൻ പരിസ്ഥിതി പയ്യോളി പ്രവർത്തകർ സജ്ജീകരണങ്ങൾ നടത്തി. തുടർന്ന് ബീച്ചിൽ നടന്ന ചടങ്ങിൽ പരിസ്ഥിതി പയ്യോളിയുടെ കോർഡിനേറ്റർ വടക്കണ്ടി നാരായണൻ അധ്യക്ഷത വഹിച്ചു. പ്രദീപ് കണിയാറയ്ക്കൽ തണ്ണീർത്തടങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് പ്രഭാഷണം നടത്തുകയും കവിത ചൊല്ലുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം BBC-യിൽ റിപ്പോർട്ട് കണ്ടത് ഒരു കൊക്ക്, ആ കൊക്ക് തളർന്ന അവശരായിട്ട് വീണിട്ട് ആളുകളെ അവിടുത്തെ പക്ഷി സ്നേഹികൾ സമീപിച്ചപ്പോൾ നമ്മൾ കണ്ടത് ആ പക്ഷിയുടെ കൊക്കിനകത്ത് ഒരു പ്ലാസ്റ്റിക് മൂടി കുടുങ്ങി കിടക്കുന്നതാണ്.
കുടുങ്ങി കിടക്കുകയാണ്. അങ്ങനെ അവിടുത്തെ പക്ഷി സ്നേഹികളായ ആളുകളുണ്ട് എന്നുള്ളതാണ് വളരെ സന്തോഷം. അവരെല്ലാവരും ഒന്നിച്ചിറങ്ങുന്നു, അന്വേഷിക്കുന്നു, കണ്ടെത്തുന്നു. അതിൻ്റെ കൊക്കിൽ പിന്നെ അതിന് വെള്ളം കുടിക്കാനോ ഭക്ഷണം കഴിക്കാനോ ഒന്നും പറ്റാത്ത അവസ്ഥയാണ്. അങ്ങനെ ആ കൊക്കിൽ നിന്ന് ആ പ്ലാസ്റ്റിക് മൂടി നീക്കം ചെയ്യുകയും അതിനെ രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നു. ടി കെ കണ്ണൻ, ഗംഗാധരൻ അനിക്കാട്, കെ ടി രാജീവൻ, കൊളാവി രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവർക്കും പച്ചക്കറി വിത്തുകൾ വിതരണം ചെയ്തു. ഹംസ കാട്ടുകണ്ടി, ടി ശരത്ത്, കെ പി വഹാബ് തുടങ്ങിയവർ ശുചീകരണത്തിന് നേതൃത്വം നൽകി. ഇനിയും നിശ്ചിത ഇടവേളകളിൽ ഈ പ്രദേശം ശുചീകരിക്കാനാണ് സംഘടനയുടെ ആലോചന. ന്യൂസ് ബ്യൂറോ, കൊയിലാണ്ടി. രാമനാട്ടുകര പരിഹാരപുരം സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ തൈപ്പുയ മഹോത്സവം സമാപിച്ചു. ഇതോടനുബന്ധിച്ച് നടന്ന മെഗാ തിരുവാതിര ശ്രദ്ധേയമായി. രാമനാട്ടുകര പരിഹാരപുരം സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ തൈപ്പൂയ മഹോത്സവത്തോടനുബന്ധിച്ച് വനിതാ മണ്ഡലത്തിന്റെ ആഭിമുഖ്യത്തിൽ 100ഓളം കലാകാരികൾ പങ്കെടുത്ത മെഗാ തിരുവാതിര ക്ഷേത്രമുറ്റത്ത് നടന്നു. ഉത്സവത്തിന്റെ ദിവസങ്ങളിൽ നിരവധി ചടങ്ങുകളും സാംസ്കാരിക പരിപാടികളും കലാപരിപാടികളുമാണ് ക്ഷേത്രത്തിൽ നടന്നത്. തൈപ്പൂയ മഹോത്സവത്തോടനുബന്ധിച്ച് കാഴ്ചശീവേലി, ആന, താലപ്പൊലി, പഞ്ചവാദ്യം, കാവടിയാട്ടം എന്നിവയുടെ അകമ്പടിയോടെ നഗരപ്രദക്ഷിണം ചെയ്തു. പള്ളിവേട്ട രാമേശ്വരം ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ചു. ഉത്സവത്തിന്റെ അവസാന ദിവസമായ ചൊവ്വാഴ്ച ആറാട്ടോടെ മഹോത്സവത്തിന് സമാപനമായി. ഗൗരി കൃഷ്ണദാസ് അവതരിപ്പിച്ച വ്യക്തിപ്രഭാഷണം, ഐക്കരപ്പടി സ്വരം അവതരിപ്പിച്ച കരോക്കെ ഭക്തിഗാനങ്ങൾ, രാമനാട്ടുകര ഗുരുദേവപ്രിയ നാട്ടുകാര ക്ഷേത്രം അവതരിപ്പിച്ച ക്ലാസിക്കൽ ഡാൻസ്, കോൾ തിരുവാതിര, നൃത്തനൃത്യങ്ങൾ, അഴിഞ്ഞിലം ശ്രീരാഗം മ്യൂസിക് അവതരിപ്പിച്ച ഭക്തിഗാനസുധ എന്നിവയും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, ഫറൂഖ്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നിയമസഭാ തെരഞ്ഞെടുപ്പ് UDFന് കൂടുതൽ മധുരമുള്ളതാകുമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. ടൂറിസം വകുപ്പും ആയുർവേദ പ്രൊമോഷൻ സൊസൈറ്റിയും ചേർന്ന് നടത്തുന്ന പ്രഥമ അന്താരാഷ്ട്ര ആയുർവേദ വെൽനസ് കോൺക്ലേവിന് തുടക്കം. ഇടതുപക്ഷം ജീവൻ നൽകിയ RSSനെ പ്രതിരോധിച്ചവരാണെന്ന് M. സ്വരാജ്. ജ്ഞാനത്തെ ചൂഷണോപാധിയാക്കാൻ മൂലധന ശക്തികൾ ശ്രമിക്കുന്നതായി മുൻ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ C. രവീന്ദ്രനാഥ്. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.